പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? ഗൂഗിൾ പ്രസാദ്. ഹായ് ഗൂഗിൾ പ്രസാദ്. ഹായ് ഹായ്. 3 പേരുണ്ടോ ലൈവില്? ഹായ് ജിബിൻ ജി കെ. ജിബിൻ ഹായ് ഹായ്. ഗൂഗിൾ ഹായ്. നമ്മൾ പറയുന്നത് കേൾക്കാനുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണോ? നമ്മൾ സംസാരിക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ആരും പറയുന്നൊന്നുമില്ല. കേൾക്കുന്നുണ്ടാകണം അല്ലേ? കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരാളായി. സൗണ്ട് കേൾക്കുന്നില്ലേ? അവർക്ക് റിപ്ലൈ ഒന്നുമില്ല. റിപ്ലൈ ഒന്നുമില്ല ആരുടെയും. 3 പേര് ഇപ്പോഴും ഉണ്ട്. ഹലോ ഗൂഗിൾ ജിബിൻ, നിങ്ങൾ കേൾക്കാം. താങ്ക് യു താങ്ക് യു സോ മച്ച്. കാരണം നമുക്കത് ഇവിടെ നിന്ന് മനസ്സിലാവൂലേ, കാരണം അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിബോയ്. ബീന. ഇങ്ങനൊരു സമയത്ത് ഈ KSUവിന്റെ പേജിൽ വരാൻ കഴിഞ്ഞ ഒരു ലൈവ് വരാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഭയങ്കര ഫോർമലായിട്ട് സംസാരിക്കൊന്നുമല്ല, എന്നാലും ആ ഒരു നന്ദി നമ്മൾ പ്രകടിപ്പിക്കണമല്ലോ. എന്തായാലും എല്ലാവരും വീട്ടിലൊക്കെ തന്നെയാണെന്ന് കരുതുന്നു. ആരും പുറത്തോട്ടൊന്നും ഇറങ്ങരുത്, സേഫ് ആയിട്ടിരിക്കുക. കാരണം പുതിയ പുതിയ കേസുകൾ പുതിയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു പ്രശ്നമുള്ള രോഗമാണ്. വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. പ്രത്യേകിച്ച് പുറത്ത് പോയിട്ട് ആർക്കൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മള് നിങ്ങളെ റിക്വസ്റ്റ്. ഹായ് പ്രതീഷ്. ഹായ് ഗൂഗിൾ. യെസ്, നമസ്കാരം. അപ്പോ നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നമ്മള് ഓൾറെഡി ജിഷ. ഹായ് ഹായ്. ജിബിൻ സൗണ്ട് കേൾക്കാം. ഹലോ ഹലോ. സൗണ്ട് കേൾക്കുന്നില്ലേ ജിബിന്? സൗണ്ട് കേൾക്കുന്നില്ല. കേൾക്കുന്നുണ്ടെന്നാണല്ലോ പറയുന്നത്. ഓ അല്ല, കേൾക്കുന്നില്ലെന്നാണ് ജിബിൻ പറഞ്ഞിരിക്കുന്നത്. സഞ്ജയ് നിഖിൽ രാജ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള 2 സോങ് നമ്മൾ ആദ്യം പാടാം. സൗണ്ട് ഇല്ലേ? നേരത്തെ കേൾക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഹലോ നീന, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? കട്ടാവുന്നുണ്ടോ ഇടയ്ക്ക്? ഓക്കെ, നമുക്കിപ്പോ 1-2 പാട്ടുകൾ നമുക്കൊന്ന് പാടാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. പ്ലീസ് ലൗഡർ. അടുത്തിരിക്കാം. പാടുന്ന ആളെന്ന് അടുത്തിരിക്കും. അപ്പോ നിങ്ങളുടെ റിക്വസ്റ്റ് പറഞ്ഞോളൂ, നമ്മളത് പാടിത്തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളാദ്യം യെസ്.
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു മെറിൻ. എല്ലാവർക്കും താങ്ക്സ്. കുറേ മെസ്സേജുകൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ. സോറി, ഒത്തിരി സ്ക്രോൾ ചെയ്യണം മേളിലേക്ക്. ഒരുപാട് സ്ക്രോൾ ചെയ്യണം. മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ആഴ്ച മെസ്സേജുകൾ അയച്ച എല്ലാവരും കുറെ ഹാർട്ടും കുറെ ലവ് ചിഹ്നമൊക്കെയാണ് അയക്കുന്നത്. എല്ലാവരുടെ മെസ്സേജുകൾ കാണുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് വായിക്കാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. ഷിബിൻ ഇപ്പൊ കാണുന്ന ഷിബിൻ, ഗോകുൽ പ്രസാദ്, റിനു, ഷിജിൻ, ഡാനി വർഗീസ്, സൈറസ് എബി, യെസ്, മൃദുൽ, നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകൾ കാണുന്നുണ്ട്. ജോൺസൺ, എല്ലാവരുടെയും കാണുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഹായ് നിഖിൽ രാജ്. സജഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സോങ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു. പൊളി പൊളി പൊളി. അയ്യോ എന്താ പൊളി പൊളി. ലവ് ഇറ്റ് ഗൈസ്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും പാട്ട് കേൾക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. എന്തായാലും പഴയതോ പുതിയതോ എന്തായാലും ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഞങ്ങൾ ഒരു പാട്ടും കൂടെ പാടിത്തരാം. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പം നമ്മൾ സെറ്റ് ആക്കാം ആ നേരത്തേക്ക്. ഒരു ഫോർമാലിറ്റീസും ഇല്ല കേട്ടോ. ഭയങ്കര ഇങ്ങനെ ഫോർമൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ലൈവ് സെഷൻ ആയിട്ടൊന്നും കാണുന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് സംസാരിക്കാം, എന്തും പറയാം. യു ക്യാൻ ഷെയർ എനിത്തിങ്. കുമ്പളങ്ങി നൈറ്റ്സ് ലെസൺ. യെസ് പാടാം. ഏത് സോങ് ആണെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ രണ്ടെണ്ണം നമ്മൾ സെറ്റാണ് കുമ്പളങ്ങിയിൽ. അപ്പൊ ഈ ഒരു പാട്ടും കൂടെ കഴിഞ്ഞാൽ അടുത്ത കുമ്പളങ്ങിയിൽ നമ്മളൊരു പാട്ട് പാടി തരുന്നതായിരിക്കും. എന്റെ പേര് കൂടെ ദിജിത്ത്. യെസ്, ദിജിത്ത് ആർബിനോയ്. ഹായ്. എന്റെ പേര് കൂടെ എന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ. ഓക്കെ. അപ്പൊ ഇപ്പോ ഒരു പാട്ട് കേട്ടോളൂ. ഓൾഡ് നൊസ്റ്റാൾജിക് ആണ്. തീർച്ചയായിട്ടും ഓൾഡ് നൊസ്റ്റാൾജിക് ആണ്. അമ്പിളി. യെസ്, അമ്പിളിയിലെ പാട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി. അപ്പോ യെസ്, അപ്പോ നമുക്കുള്ള സജഷൻസ് എന്തൊക്കെയായിരുന്നു? കുമ്പളങ്ങിയും മൈൻഡിലുണ്ട് കേട്ടോ. ഇടയ്ക്ക് വരുന്നൊക്കെ ഞങ്ങൾ നോക്കി വെക്കാം. മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ. മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ. ഇണയായ ശലഭം പോലെ, ഇണയായ ശലഭം പോലെ നീയും ഞാനും മാറും. വിദൂരം മാഞ്ഞുവോ ഹൃദയം പാടിയോ. അധരം എന്തിനോ മധുരം തേടിയോ. മെല്ലെ മെല്ലെ ഓരോ നാളും നീ വെയിലായി എന്നോടെന്തോ മിണ്ടും മെല്ലെ കൈവിരലായി. മിന്നലല്ലേ ഉള്ളിനുള്ളിൽ പൗർണമിയായി കണ്ണിൽ നിന്നുമായും നേരം നീർമണിയായി. ഈ ജന്മസാരമേ ഞാൻ തേടുമീണമേ. പ്രാണന്റെ രാവിലെ നീ എൻ്റെ ഇളം നിലാവേ. വിദൂരം മാഞ്ഞുവോ ഹൃദയം പാടിയോ. അധരം എന്തിനോ മധുരം തേടിയോ. മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ. മധുപോലെ പെയ്ത മഴയേ മനസാകെ അഴകായി നനയേ. ഗപ്പി സോങ് ഒരാളിപ്പോ പറഞ്ഞു.
നന്ദു. എന്തായാലും ഇതിനു മുമ്പ് മൂന്ന് പേരുടെ റിക്വസ്റ്റ് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഒന്ന് കുമ്പളങ്ങി നൈറ്റ്സ്, അമ്പിളി, പിന്നെ ഒരു നൊസ്റ്റാൾജിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കുമ്പളങ്ങിയിലെ റിക്വസ്റ്റ് ചോദിച്ച ആൾക്ക് നമ്മുടെ ചെരാതുകൾ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ചേച്ചിയുടെ പാട്ട്, സിത്താര കൃഷ്ണകുമാർ പാടിയ ചെരാതുകൾ നമുക്ക് കേൾക്കാം. വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഈ സമയത്ത് ഓർമ്മിച്ചിട്ട്, എന്തായാലും അടുത്ത പാട്ടിന്റെ ലിറിക്സ് ഇതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പത്തേനും ഞാൻ ഈ ലൈവിന്റെ മുകളിൽ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ യൂട്യൂബിന്റെ പേജിന്റെ ലിങ്കാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം, നിങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല, ഞങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ബെൽ ബട്ടണും അമർത്തുക. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. നമ്മുടെ കുറെ കവറുകളും നമ്മൾ സ്വന്തമായി ചെയ്തിട്ടുള്ള ഒറിജിനൽസും കുറച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കേൾക്കുക. ഗപ്പിയിലെ പാട്ട് എന്തായാലും പാടിത്തരാം, എന്തായാലും ഗപ്പിയിലെ പാട്ട് പാടിത്തരാം, ആത്തങ്കര പാടിത്തരാം. അപ്പോ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക. ചെയ്താൽ വിൽ ബി സോ മച്ച് ഹാപ്പി. ടൈറ്റാനിക് സോങ് പാടണമെന്ന്. അപ്പം ഹിയർ വി ഗോ. ചെരാതുകൾ എന്തൊക്കെയോ സൗണ്ട് അടിപൊളിയാണ്, ഗിറ്റാർ എന്തൊക്കെയോ കുറെ കമന്റ്സ് നമ്മൾ വിട്ടു. ഒരു മിനിറ്റ് നമുക്ക് കമന്റ് ഒന്ന് വായിക്കാം. ഒരു മുകളിലേക്ക് ഇച്ചിരി കൂടെ മുന്നോട്ട് കൂടെ മതി, അവിടെ നോട്ട് വായിക്കാം. ലിബിൻ ജോൺസൺ ആത്തങ്കര മരമ എന്തായാലും പാടിത്തരാം. സജിൻ ഡാനി വർഗീസ് താങ്ക് യു, സ്നേഹം അയച്ചിട്ടുണ്ട്. ഗോകുൽ പ്രസാദ് താങ്ക് യു. വിഷ്ണു സുരേഷ് ടൈറ്റാനിക് സോങ് പാടാൻ ശ്രമിക്കാം, പാടിത്തരാൻ ശ്രമിക്കാം. റെജിനസ് പണിക്കർ താങ്ക് യു മാം. സൗണ്ട് അടിപൊളി, ഗിറ്റാറിന്റെ വോളിയം കുറച്ച് കൂട്ടി വായിക്കാമോ? പിന്നെന്താ കൂട്ടി വായിക്കാം. ഞാൻ ഒരുപാട് നിങ്ങൾക്ക് ഗിറ്റാറിന്റെ വോളിയം കൂടുതലാവണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വായിക്കുന്നത്. ഓരോ സോങ്സ് കഴിയുമ്പോൾ റിക്വസ്റ്റ് ഇടുക. യെസ്, അതെ, ഓരോ സോങ്. കാലിൽ തേൻമഴയെ പാടാം, ഗപ്പി പാടാം, ഗപ്പിയിലെ പാട്ട് എന്തായാലും പാടാം. പിന്നെ പ്രിയ, സജിൻ ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. സജിൻ താങ്ക് യു സോ മച്ച് മാൻ. ഗോകുൽ പ്രസാദും ഒരുപാട് ഈ ആ ഒരു പെങ്കൊച്ച് ലവ് പിടിച്ചിരിക്കുന്ന മെസ്സേജ് ഒരുപാട് അയക്കുന്നുണ്ട്. താങ്ക് യു സജിൻ. ആരാധിക എന്തായാലും പാടാം. ചാനൽ വിഷ്ണു സുരേഷ് താങ്ക് യു. അതാർക്കും എന്തോ റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ്. ലൈക്ക് ചെയ്യാം തീർച്ചയായും. താങ്ക് യു. 97 പേര് നമ്മുടെ ലൈവ് കാണുന്നുണ്ട്, വളരെ സന്തോഷം. എഫ്രൈം, പിന്നെ നന്ദു നാരായണൻ, യെസ്. ഗിറ്റാറിന്റെ വോളിയം കുറച്ചുകൂടി കൂട്ടി വായിക്കും, ഞാൻ വായിക്കാൻ കൂട്ടി വായിക്കും. ഞാൻ പറഞ്ഞു കേറിയിരിക്കും, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇനി സമയങ്ങളാണ്, നമുക്ക് പാട്ട് കേൾക്കാം. ചെരാതുകൾ തോറും നിൻ തരാതി പോ ചാരുവാനും ചുഴലുന്നൊരി കുറ്റാക്കൂരിരുൾ കഴിയോളം തോർത്താനിറങ്ങും വെയിലായിടാം പാരിലൊരു ഞാൻ
പാട്ടുകളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ആരാധികയാണ് ചോദിച്ചിട്ടുള്ളത്. നെഞ്ച് കമ്മി രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു പടം. അപ്പം ഇത് പാടാം, എന്താ പറയാ, എഴുന്നൂറിട്ട് മറ്റേ പാടാം. യെസ് യെസ്, എല്ലാവരും വളരെ സ്നേഹം അയക്കുന്നുണ്ട്. ഈ ഒരു കമന്റ് ഒരുപാടായി കേൾക്കുന്ന എന്നെ യുവരാജ് സിംഗ് വിളിക്കുന്നത്. അപ്പം അമ്പിളിയിലെ സോങ്സ് വെച്ച എല്ലാവർക്കും ഇതാ ഒരു അതിലുള്ള 2 സോങ്ങിന്റെ ഒരു ചെറിയൊരു കുട്ടി മാഷപ്പ് സോങ്, ഒരു കുട്ടി വേഷം നമ്മളിവിടെ പാടാം. എഫിന് വേണമല്ലേ?
ആരൊക്കെയോ വിരഹഗാനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആർക്കു വേണ്ടി ഡെഡിക്കേഷൻ ആട്ടോ, നമുക്കല്ല. മറുവാർത്തെ പേസാം, പാടാം, പിന്നെ തീർച്ചയായിട്ടും പാടാം. ആത്തങ്കരം പാടിയിട്ടുണ്ട്. ആത്തങ്കരം പാടാം. ഒരു നൊസ്റ്റാൾജിക്കും എന്തോ പാടാൻ പറഞ്ഞിട്ടുണ്ട്. നൊസ്റ്റാൾജിയ ഏതാ പാടേണ്ടത്? നൊസ്റ്റാൾജിയ മെല്ലെ മെല്ലെ യെസ് ലിബോയ്. മനു ബ്രോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഫേസ്ബുക്ക് പേജിലേക്ക് വരുന്ന എന്നോടൊരു കാര്യം സംസാരിച്ചത് നമ്മുടെ മനുവാണ്. മനു ടോംസ് എന്നുള്ളൊരു ഒരു എന്താ പറയാ അക്കൗണ്ടിനകത്ത് ഇപ്പൊ ഒരു ഹായും സ്നേഹമൊക്കെ വെച്ചിട്ടുണ്ട്. മനു എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് മനു. ചില കുട്ടികൾക്കും വേണ്ടി തേപ്പ് ഗാനം. തേപ്പ് ഗാനോ? തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണേ തേപ്പ് പെട്ടി പോലെ വന്നിട്ടെന്നെ. പെട്ടെന്ന് കിട്ടിയൊരു പാട്ടത്. ഓക്കെ, ഇപ്പം നമ്മുടെ റിക്വസ്റ്റ് എന്തായിരുന്നു? മറുവാർത്തയും ആത്തങ്കരവും. ഒരു നൊസ്റ്റാൾജിക് ഏത് പാടും? നൊസ്റ്റാൾജിക് ഏതെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു. പഴയ പാട്ടുകൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ പഴയ പാട്ടുകൾ ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പാടാം. ഗപ്പി എന്തായാലും പാടിയിരിക്കും. ഗപ്പി എന്തായാലും പാടും. കുറെ മുമ്പേ പാടുന്നതാ ഗപ്പി. നെഞ്ചകമേയും ആരാധികയും കൂടി ഒരു സിംഗ് ചെയ്തൊരു വേർഷനാണ് ലിബിൻ ജോൺസൺ ഇപ്പൊ പാടിയത്. ഗപ്പി പാടാം. അത് കുറെ നേരത്തെ ചോദിച്ചത്. തനിയെ ആയിരം കണ്ണുമായി. യെസ്, ആയിരം കണ്ണുമായി. യെസ്, ആയിരം കണ്ണുമായി. കമന്റ് കാണുന്നുണ്ട്. ജിബിൻ ജോയ് മറുവാർത്തയാണ് ഈ നെക്സ്റ്റ് പാടാൻ പോകുന്ന പാട്ട്. കുറെ ആയി ജിബിൻ ജോയിനെ ചോദിക്കുന്നു. തീർച്ചയായിട്ടും പാടുകയാണ്. ഇപ്പൊ പാടുന്നത് ഫോർ ജിബിൻ ജോയ്. ജിബിൻ ജോയ് ഒരുപാട് നേരം ചോദിക്കുന്നുണ്ട്. ആത്തങ്കരം ചോദിച്ചിട്ടുണ്ട്. ആത്തങ്കരവും പാടിത്തരും. ആത്തങ്കരൊക്കെ പാടിത്തരും. പേര് പറയുമെന്നോ? നമ്മുടെ പേര് പറയാം. ഞാൻ ലിബോയ്, ഇത് ബീന.
ബീന എന്റെ ഭാര്യയാണ്. ഓക്കെ, പദയാത്ര പദയാത്ര. ഹരീഷേട്ടനൊക്കെ ലൈവ് വരുമ്പോ ചോദിച്ചാൽ പോലെ. ഇപ്പം നമ്മള് മറുവാർത്തയെ പാടാം. കടവത്തൊരു തോണിയിരിപ്പ്, കടവത്തൊരു തോണിയിരിപ്പ്. അത് കേട്ടാലോ? പൂമരം. പൂമരം, യെസ്, മനസ്സിലായി മനസ്സിലായി. മറുവാർത്ത എന്തായാലും ഇപ്പൊ പാടാം. മറുവാർത്ത പാടിയിട്ടും ബാക്കി കാര്യമുള്ളൂ. ഹിന്ദി ചോദിച്ചിട്ടുണ്ട്, പൂക്കൾ പൂക്കും തരണം ചോദിച്ചിട്ടുണ്ട്. ആ നൊസ്റ്റാലജി ആയിട്ടുള്ള ഒരു പഴയ പാട്ട് പാടിയിട്ട്. യെസ്, ആയിരം കണ്ണുമായി. അപ്പം ആയിരം കണ്ണുമായി കഴിഞ്ഞാൽ പൂക്കൾ പൂക്കും ചോദിച്ച ആൾക്കാർക്കും പിന്നെ ഹിന്ദി എന്താ പറയുക ഒരു റൊമാൻറ്റിക് സോങ് ചോദിച്ച ആൾക്കാർക്കും വേണ്ടി ഉള്ള നെക്സ്റ്റ് സജഷൻസ് ആണ്. ചൂടൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളവിടെ? ഇവിടെ നല്ല ചൂടാണ്. നിങ്ങൾക്ക് വേണ്ടി ലൈവ് പോകുന്നുണ്ട്. ഫാനിന്റെ സ്പീഡ് കുറച്ച് എവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്ഥലം ഇപ്പൊ താമസിക്കുന്നത് എറണാകുളം ഹൈക്കോർട്ടിനടുത്താണ്. ഹൈക്കോർട്ടിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതായത് മംഗളവനം ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ തൊട്ടടുത്താണ് നമ്മൾ താമസിച്ചത്. ഫ്ലാറ്റിലാണ് അവിടെ താമസിക്കുന്നത്. പിന്നെ എന്താണ് ഇനി എന്താണ് അറിയേണ്ടത് നമ്മളെ കുറിച്ച്? യെസ്, അപ്പൊ ആയിരം കണ്ണുമായി എന്തായിരുന്നു? ഞങ്ങൾ പൊളിയാണ് ബ്രോ. എന്താണ് ഒരു പാട്ട് പാടുന്നു ബ്രോ.
ഞാൻ പാടൂല, ഞാനിങ്ങനെ ഗിറ്റാർ വൈക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ. പാടല് അപ്പം ആയിരം കണ്ണുമായി ഫോർ എന്താ പറയുക പഴയ പാട്ടുകൾ ചോദിച്ചു. എനിക്ക് 2-3 കമന്റ്സിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ എന്തോ നോട്ട് ചെയ്തായിരുന്നു. ഞാൻ എവിടത്തെയോ 2-3 അല്ലല്ലോ, ഒത്തിരി ഇല്ല. സൽമാൻ എസ് ZALMN സൽമാൻ എസ് ഇപ്പൊ വർക്കൊന്നുമില്ല ബ്രോ. നമ്മൾ രണ്ടുപേരും വർക്കിംഗ് അല്ല, നമ്മൾ രണ്ടുപേരും ഫുൾ ടൈം മ്യൂസിഷ്യൻസ് ആണ്. പുള്ളിക്കാരിയും ഈ മോജു റെക്കോർഡിങ്സ് ഈ ഫിലിമിന്റെ ഒക്കെ വർക്കിനൊക്കെ വേണ്ടി പുള്ളിക്കാരി പാടുന്നു. ഞാൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ഇൻ ടു മ്യൂസിക്. ഗോപി സുന്ദറിന് വേണ്ടി ഗിറ്റാർ വായിക്കലും സിത്താര കൃഷ്ണകുമാറിന്റെയും ഹരീഷ് ഏട്ടന്റെ ഒക്കെ ബാൻഡിലുണ്ട്. അപ്പോൾ ഇതാണ് പ്രസന്റ് സിറ്റുവേഷൻ. പിന്നെ വേണ്ടപ്പെട്ട ചില കുട്ടി കുട്ടി മ്യൂസിക് ഡയറക്ടേഴ്സും വേണ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, അവരുടെ സ്ഥിരം വർക്കുകളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെയാണ് ജോലി. അപ്പൊ ദിസ് ഈസ് അവർ ജോബ്. ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഗോകുൽ പ്രസാദും വേറെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗ്യാരണ്ടി ലവ് മാരേജ് ആണ്. ഭയങ്കര വിവാദമായ ലവ് മാരേജ് ഒക്കെയാണ്. പക്ഷെ നമ്മളതൊന്നും വില വെച്ചില്ല. പിന്നെ സച്ചിൻ ഡാനിക്ക് വേണ്ടി ന്യൂ വർക്ക് എന്തൊക്കെയാ ന്യൂ വർക്ക് കുറെ ഗോപിസുന്ദറിന്റെ കുറെ പാട്ടുകൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ പുതിയതായിട്ട് എന്താ പറയാ ശ്രീരാമിന്റെ ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനാ വായിച്ചത്. കുറെ ഏതൊക്കെയോ തെലുങ്കുണ്ട്. പിന്നെ എന്താ പറയാ അങ്ങനെ എന്തൊക്കെയോ. ലവ് മാരേജ് ആണ് ജിബിൻ ജോയ്. സൂപ്പർ സൂപ്പർ. എന്തായാലും ഗോകുൽ പ്രസാദ് താങ്ക് യു. സിത്താരയുടെ ഒരു കോവിഡിന്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ തന്നെ വായിച്ചു. പിന്നെ ഗോപി സുന്ദറിന്റെ ഒരു ഹീൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ തന്നെ ഗിറ്റാർ വായിച്ചത്. അങ്ങനെ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് വർക്കുകളുടെ ഒക്കെ കാര്യം അവിടെ നിൽക്കട്ടെ. ഗോകുൽ പ്രസാദ് താങ്ക് യു. അഭിഷേക് ജെറിൻ PM വേണ്ടി ഒരു തേപ്പ് ഗാനം. ജെറിൻ PM എന്താ എത്രമാത്രം തേപ്പ് ഇട്ടിരിക്കുകയാണോ? പൊളിയെ. ലാലേട്ടന്റെ ഒരു സോങ് വായിക്കാമോ? ലാലേട്ടന്റെ ഒരു സോങ് വായിച്ചാലും. പിന്നെന്താ കിടിലം സൗണ്ട്. താങ്ക് യു നിന്നോട്. പെൺകുട്ടികളെ രോമാഞ്ചം റിജിൻ ചേട്ടന് വേണ്ടി ഒരു പാട്ട്. റിജിൻ ചേട്ടൻ എന്തായാലും പാടിത്തരാം. ചേട്ടൻ കൂടെ പാട്ട് പാടണേ. യെസ് തീർച്ചയായിട്ടും വിഷ്ണു പാടാം. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ പാടുന്നതായിരിക്കും. ഒരു ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി ഫിലിം അല്ലേ ആത്മാവിൽ പെയ്യും. അതറിയില്ല ബ്രോ സത്യമായിട്ടും. സൈനോ അബി റൂബിൻ അതാണെന്ന് തോന്നുന്നു, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ തകർത്തു തിമിർത്തു. ലവ് മാരേജ് ആത്തങ്കരം. എന്തായാലും ആത്തങ്കരം ചോദിച്ച ആൾക്കാർക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇവളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടില് എന്റെ ചെറിയൊരു സ്റ്റോറി പറയാം. ഡാഡി ആയിരുന്നു പ്രശ്നം. ഡാഡി സീനാക്കി. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് മുമ്പ് തന്നെ ഒരു 2 കൊല്ലം മുമ്പേ നൈസായിട്ട് എറണാകുളത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ കല്യാണത്തോടുകൂടി ഫുൾ സ്ട്രിക്ട്ലി ഇങ്ങോട്ട് ഞാനും മാത്രമായിട്ട് മാറി. ഇപ്പൊ ഇവിടെ തന്നെയാണ് താമസം. വീട്ടുകാരായിട്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു. അപ്പൊ ഇനിയിപ്പം ആത്തങ്കര വരമേ ചോദിച്ചവർക്ക് ആത്തങ്കര വരമേ പാടിത്തരാം. ഗോപി സുന്ദറിന്റെ ബാൻഡിലെ കീബോർഡ് സച്ചിനെ അറിയുമോ? സച്ചിൻ അറിയാം. സച്ചിൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ ഗോപി ചേട്ടന് വേണ്ടി. ഇപ്പോ നെവിലാണ്. സച്ചിൻ എനിക്കറിയാം. സച്ചിൻ നിരഞ്ജന്റെ ബാൻഡിലും ഉണ്ടായിരുന്നു.
നിരഞ്ജൊക്കെ എന്റെ ഫ്രണ്ടാണ്. റിജിൻ അങ്കിൾ ഉയർ. ഇപ്പൊ നിനക്ക് കമന്റ് ഓക്കെ ഓക്കെ. അപ്പൊ ആ തങ്കര മനമേ അല്ലല്ല, ഞാൻ പാടുന്ന കാര്യം കുറിച്ചല്ല. ഗൂഗിൾ പ്രസാദ് എന്നും ലൈവ് വരാറുണ്ട്. നമ്മളെന്നും നമ്മുടെ പേജിൽ നിന്ന് ലൈവ് വരാറുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന്. അതായത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ലിബോയ് പ്രൈസ്ലി, LIBOY PRAISLY, അത് LIBOY തന്നെ അടിക്കുമ്പോ തന്നെ എന്നെ കിട്ടും. അപ്പം ബീനാനെയും കിട്ടും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും പേജ് റിലേറ്റഡ് ആണ്. അപ്പോ ഞങ്ങളുടെ ലൈവ് കാണണമെങ്കിൽ അവിടെ വരാം. ഒരു ഹിന്ദി സോങ് ആരോ പറഞ്ഞിട്ട് റൊമാൻറ്റിക്, പഴയ ഹിന്ദി സോങ് വേണോ പുതിയത് വേണോ? ഏതാ റൊമാൻറ്റിക് വേണമെന്നാ പറഞ്ഞത്. അത് പഴയതാണോ പുതിയതാണോ എന്നറിയില്ല. ഏതാ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു. ആരായിരുന്നു ഒരു ഹിന്ദി സോങ് ചോദിച്ചാൽ ആള് പോയോ? ഒരു വട്ടം കൂടി പഴയ പാട്ട. ചേട്ടൻ ഈ മുടി ഒന്ന് അഴിച്ചു കാണിക്കും. ഏറ്റവും ലാസ്റ്റ് പാട്ടിന് ഏറ്റവും ലാസ്റ്റ് പാട്ടുണ്ടാവും. മുടി അഴിച്ച് കാണിച്ചാൽ പിന്നെന്താ? ഈശ്വര, ഇപ്പൊ തന്നെ അഴിച്ചു. വേറെ വേറെ പാട്ടുകൾ വരൂട്ടെ ഇനി. പാട്ടിന്റെ ലെവലൊക്കെ മാറും ഇനി. അപ്പൊ ഇത്രയും മുടിയുണ്ട്. മുടി അഴിച്ച് കാണിക്കാൻ പറഞ്ഞ ആൾക്ക് മുടി അഴിച്ച് കാണിച്ചു നിൽക്കുന്നു. ഏതാ റിപ്ലൈ? ഈ പാട്ട് വേണമെന്നുള്ളതിന് റിപ്ലൈ ആരുടെയോ റിപ്ലൈ പോയിട്ടുണ്ട്. വേണ്ടി മലയാളി മാമ. അതേതാ? മലയാളി മാമ പഴയ പാട്ടാന്ന് തോന്നുന്നു. മലയാളി മാമ പഴയ പാട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കത്ര അറിയില്ല. സംജാവ പഴയത് മതിയെന്ന് ഹിന്ദി. അപ്പം എന്തായാലും ഒരു കാര്യം ചെയ്യാം. അപ്പം 2 ഹിന്ദി പാട്ട് പാടിത്തരാം. കൊഞ്ചിക്കരയല്ല പാടാം. ഓക്കെ. അപ്പൊ ഇപ്പം സംജാവ അല്ലേ? എവിടെ നോക്കണേ? नहीं जीना तेरे बाजू, नहीं जीना, नहीं जीना, नहीं जीना तेरे बाजू, नहीं जीना, नहीं जीना, नहीं जीना तेरे बाजू, नहीं जीना, नहीं जीना, नहीं जीना तेरे बाजू.
നീ ഹിമമഴയായി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ പാടാം. ഹിമമഴ പോവാം. നമ്മൾ മലയാളം പാടില്ല, ഇത്രയും തമിഴ്. നമ്മള് നീ ഹിമമഴയെ നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരോ ഇതിന്റെ ഇടയിലെ കമന്റ് പറഞ്ഞു കോളേജിലെ പെൺപിള്ളേരൊക്കെ റിക്വസ്റ്റ് അയക്കും. ബ്രോ റിക്വസ്റ്റ് അയക്കട്ടെ, ഒരു സീനുമില്ല. റിക്വസ്റ്റ് അയക്കുന്നവരൊക്കെ റിക്വസ്റ്റ് അയക്കും. എനിക്കും ഇവൾക്കും റിക്വസ്റ്റ് അയക്കാം, നോ ഇഷ്യൂസ്. പെൺപിള്ളേരിങ്ങോട്ടും ബോയ്സ് അങ്ങോട്ടേക്കിട്ട് ഇപ്പൊ മനസ്സിലായില്ലേ എന്താണെന്ന്. ബ്രോ ദിസ് ഇസ് മൈ ലൈഫ്, ദിസ് ഇസ് മൈ എന്താ പറയുക സോൾ. ഇതില്ലാണ്ട് എനിക്ക് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ കാണുന്ന അതെ, നിങ്ങൾ ഈ കാണുന്ന ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അധ്വാനത്തിന്റെ ഫലമാണ്. ആകെ നമുക്ക് നേരിട്ട് കാണാം. ഇതിപ്പോ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മെസ്സേജിലൂടെയാണ് ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നേരിട്ട് കാണാൻ പറ്റട്ടെ എല്ലാരെയും, അല്ലെ? അപ്പൊ മലയാളം സോങ് നമ്മുടെ നീ ഹിമമഴ സിനിമയിൽ ചാൻസ് കിട്ടുന്നുണ്ടോ? പിന്നെ ഉണ്ട്. കോഴിയുടെ പടം അയച്ചിരിക്കുന്ന കോഴിപ്പാട്ട് പാടിയിട്ടില്ല, പക്ഷെ അറിയില്ല കുട്ടാ, അതാ കോഴിപ്പാട്ട് ഏതാണെന്ന് നമുക്ക് അറിയത്തില്ല. ലാലേട്ടൻ സോങ് എന്തായാലും ഇപ്പൊ പാടിത്തരാം. ഒരു ലാലേട്ടൻ സോങ് എന്തായാലും പാടിത്തരാം. അതിന് മുമ്പ് യെസ് വൺ സെക്കൻഡ് എന്തൊക്കെയോ കമന്റ്. യെസ് ഐ ലവ് മൈ ഇന്ത്യ പൊളി കപ്പിൾസ് ആണ് കേട്ടോ. താങ്ക് യു മാം. കൊട്ടാരക്കര വന്നിട്ടുണ്ട് എന്റെയും. യെസ് അതായത് അത് മതിയല്ലോ. സിദ്ധാർത്ഥ് മേനോന്റെ കൂടെ കൊട്ടാരക്കര വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൊട്ടാരക്കരയായിട്ട് ബന്ധമുണ്ട്. ഇവളുടെ മമ്മിയുടെ നാട് കൊട്ടാരക്കരയാണ്, എന്റെ ഡാഡിയുടെ നാട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര വാളകം സൈഡാണ്. രണ്ടുപേരുടെയും പാരന്റ്സ്, അത് എന്തോ കോയിൻസിഡൻസ് ആണ്, അങ്ങനെ രണ്ടുപേരുടെ പാരന്റ്സിന്റെ സൈഡൊക്കെ കൊട്ടാരക്കര സൈഡാണ്. ലാലേട്ടന്റെ പാട്ട് എന്തായാലും പാടിത്തരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് സോങ് ആണ്. നമ്മുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് സോങ് ഇളങ്കാട്ട് വിസുതയാണ്. അത് പാടിത്തരും. നാട് എന്ത് നന്ദു നാരായണന് വേണ്ടി സ്പെഷ്യലായി ഉണ്ണിമുകുന്ദന്റെ ഒരു സോങ്. ഉണ്ണിമുകുന്ദന്റെ ഒരു സോങ് ഏതാണ്? ഏതെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്യാവോ? ഏതെങ്കിലും അറിയുന്ന സോങ് എന്തായാലും പാടിത്തരാം. ഉണ്ണിമുകുന്ദന്റെ ഓർമ്മ വരുന്നില്ല. ഇതിപ്പോ നമ്മുടെ സമയം കൂടെ നോക്കേണ്ടിയിരിക്കും അല്ലേ? രണ്ട് മൂന്ന് സോങ് കൂടെ സമയം ലാലേട്ടന്റെ ഒരു സോങ് നമുക്ക് പാടാം. ലാലേട്ടന്റെ ഒരു പഴയ സോങ് ആയിക്കോട്ടെ അല്ലേ? മമ്മൂക്കയുടെ സോങ്. അപ്പൊ ലാലേട്ടൻ മമ്മൂക്ക ഫാൻസ് അലമ്പായോ? ഇല്ല, മമ്മൂക്കയുടെ പാട്ട് നമുക്ക് പാടാം. മമ്മൂക്കയുടെ പാട്ട് എന്തായാലും പാടാം. യെസ് എന്തായാലും ആകാശം. യെസ് വാളകം എന്റെ സ്ഥലം. വാളകത്ത് വന്നിട്ടുണ്ട്. വാളകം ഒന്നാം രാഗം പാടി, അതാണ് പറയുന്നത്. ലാലേട്ടന്റെ അറിയോ?
എനിക്കത്ര ഞാൻ ഒരു പാട്ട് പാടാം. ഏതായാലും ആ സമയത്ത് തന്നെ ഒരു പാട്ടാണ് ഇതും. എന്തായാലും ആ ടൈമിലാണ് ലാലേട്ടന്റെ ഒരു പാട്ട് എന്തായാലും പ്ലസ് കൊഞ്ചിക്കരയിലെ പാടാം. യെസ് അത് പാടാം. പിന്നെന്താ ഇതിപ്പോ ഈരമ്പേ കണ്ടോ ബിഗ് ബ്രദർ സോങ് അത് ഏതാണ്? കണ്ടോ എന്ന സോങ് ബിഗ് ബ്രദർ പുതിയ മൂവിയല്ല ലാലേട്ടന്റെ. എനിക്ക് അത് അതിലെ സോങ്സ് ഒന്നും അത്ര ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ ദുൽഖറിന്റെ പാട്ടൊക്കെ ചോദിക്കുന്നു. ദുൽഖറിന്റെ പാട്ട് ഏതാണ്? പൂക്കൾ പൂക്കൾ തരണം പാടിയിട്ട് ദുൽഖറിന്റെ മമ്മൂക്കയുടെ പാട്ടും പാടി തരുന്നതായിരിക്കും. മമ്മൂക്കയുടെ പാട്ട് നമ്മൾ പാടും. ഇപ്പൊ എന്താണ് പൂക്കൾ? എന്താണ് സ്കെയില്? ഓക്കേ പൂക്കൾ പൂക്കും തരുണം ആരുയിരെ பார்த்ததாருமில்லையே புலரும் காலை பொழுது முழுமதியும் பிரிந்து போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போவதில்லையே எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லையே இது எதுவோ இரவும் விடியவில்லையே அது விடிந்தால் பகலும் முடியவில்லையே உந்தளிரே സമയക്കുറവുകൊണ്ടാണ് നമ്മൾ പല്ലവി നിർത്തുന്നത്. എന്തോ മാവേലിക്കര MP കുന്നിൽ സുരേഷ് ലൈവ് കാണുന്നുണ്ട്. എന്തായാലും സാർ, ഹലോ സാർ, നമസ്കാരം സാർ. ലൈവ് കാണുന്നതിൽ വളരെയധികം സന്തോഷം. പിന്നെ കണ്ടോ സോങ് ബിഗ് ബ്രദർ ലാലേട്ടൻ സോങ് എന്താണത്? സൈനോ എബി. ആ പാട്ട് അറിയാത്തത് കൊണ്ടാണ് അറിയൂല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ ആരെങ്കിലും ഒരു റിക്വസ്റ്റ് വിട്ടാൽ അത് പഠിച്ചിട്ട് എന്തായാലും ബ്രോന് വേണ്ടി അത് പാടി കേൾപ്പിക്കാം, പാടിത്തരാം. ഡോണ്ട് ഫീൽ ബാഡ് ബ്രോ. അറിയാത്തത് കൊണ്ടാണ്. അറിയുന്ന എന്ത് പാട്ടും നമ്മൾ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്താ? ദുൽഖറിന്റെ പാട്ട്, അത് കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ. യെസ്, കൊടിക്കുന്നിൽ സുരേഷ്. യെസ്, ഹലോ. യെസ്, അത് MP ആണെന്ന് മനസ്സിലായി. ഓക്കെ, യെസ്, താങ്ക് യു സാർ ഫോർ വാച്ചിങ്. യെസ്, MP ഉയർ. യെസ്, MP ഉയർ.
ഫേവറേറ്റ് സോങ് പാടാം 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 പാടാം. ഇത് പാടിക്കേ. ദുൽഖറിന്റെ ഒരു സോങ്, ദുൽഖർ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട്. ഏതു കരിരാവിലും ഒരു ചെറു കസവിഴത്തുന്നും കിരണമേ ഈ ഹൃദയവാതിലിൻ അഴുതിലും ഒഴുകി വരൂ. അരികിലെ പുതുമന്ദാരമായി വിടരു നീ. പുണരുവാൻ കൊതി തോന്നുന്നൊരു പുലരിയിൽ അങ്ങിങ്ങോ നിൻ പൊൻപീലി മിന്നുന്നു. അതിലൊന്നെന്റെ നെഞ്ചോരമേയുന്നുവോ. ഏതു കരിരാവിലും ഒരു ചെറു കസവിഴത്തുന്നും കിരണമേ ഈ ഹൃദയവാതിലിൻ അഴുതിലും ഒഴുകി വരൂ. മമ്മൂക്കയുടെ സോങ് പാടാൻ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടല്ലോ. സൂപ്പർ വോയിസ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നെറ്റ്വർക്ക് മൊത്തത്തിൽ ഫക്ടപ്പ് ആണ് ഇപ്പൊ എല്ലാവർക്കും. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ ഒരു സോങ് പാടുന്നത്. എന്തിനു വേറൊരു റിസൾട്ടോ ഡീന ചേച്ചി വോയിസ് പൊളി. ഗൂഗിൾ പ്രസാദ് താങ്ക് യു സോ മച്ച്. ഒത്തിരി പേരുടെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒന്ന് നോക്കട്ടെ. എന്തായാലും നമ്മളൊരു മാക്സിമം ഒരു 3-4 പാട്ടിന്റെ ഉള്ളിൽ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എന്തായാലും മാക്സിമം ഒരു 3 സോങ് ഒക്കെ പാടി അവസാനിപ്പിക്കുന്നതായിരിക്കും. കസിൻസ് മൂവിയിലെ പാട്ട് ഏതാണ് അറിയോ? അങ്ങനെ ചോദിച്ചാൽ പാട്ടുകൾ പോസ്റ്റ് ചെയ്തോണ്ടിട്ട് അറിയുന്ന ഒരു 2-3 പാട്ടുകൾ നമ്മൾ പാടി. പിന്നെ ഇത്രയും പേര് കാണുന്നത് നേരത്തെ ഉള്ളവരെ തന്നെയാണോ ചേട്ടൻ? ഓക്കെ അച്ഛനെ താങ്ക് യു. ലാലേട്ടൻ സോങ് ഒന്നും പാടി. കൊറോണ കാലത്ത് വിശ്രമം ഇല്ലാതെ കഷ്ടപ്പെടുന്ന നഴ്സ്, പോലീസ്, രാഷ്ട്രീയ നേതാക്കൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തു. ലാസ്റ്റ് സോങ് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പാടാം. തീർച്ചയായിട്ടും പാടാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പൊ നേരത്തെ ഉള്ളവർ തന്നെയാണ് ലൈവിലുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഈ ലൈവിന്റെ മുകളിൽ ഞങ്ങളുടെ യൂട്യൂബിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കിട്ടും. അതൊന്ന് കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ നൈസായിരിക്കും. എത്ര സമയം വേണമെങ്കിലും എടുത്തു കേട്ടിരുന്നോ. ആ മനസ്സിന് വലിയ മനസ്സിന് നന്ദി അഭിഷേക്. അഭിഷേക് റോയ് താങ്ക്സ് മച്ചാനെ. അതിന് പല്ലവി അത് നോട്ട് ചെയ്തേക്കട്ടെ. ഞങ്ങള് അറിയാവുന്നിടത്തോളം. അപ്പൊ മമ്മൂക്ക ഫാൻസിന് വേണ്ടിയാണ് ഈ പാട്ട്. എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു
കേൾക്കാനായി വന്നു ഞാൻ നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം നീ എൻ്റെ ആനന്ദ നീലാംബരി നീ എന്നും അണയാത്ത ദീപാഞ്ജലി ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം ഇന്നു നീ എന്നരികിലില്ലേ മലർവനിയിൽ വേറുതേ എന്തിനു വേറൊരു മധുവസന്തം ഒരു പാട്ട് പെൻഡിങ് ആണ് കേട്ടോ കൊഞ്ചിക്കരയില്ലേ എന്നുള്ളത് കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരാള്. കൊഞ്ചിക്കരയിൽ എന്തായാലും പാടിത്തരാം. ഇവിടെ മറ്റേ കസിൻസ് മൂവിയിലാണ് മറ്റേ നമ്മളെ പാട്ട് മഴയെ തൂമഴ എന്നുള്ള പാട്ട്. അത് പട്ടം പോലെ പട്ടം പോലെ മൂവിയിലെ ദുൽഖറിന്റെ പാട്ട്. കസിൻസിലും ഉണ്ടോ അങ്ങനത്തെ പാട്ട് മഴയെ? അറിയില്ല, മറ്റേ ഇവള് പാടിയതാണ് അഭയ പാടിയ പാട്ട് അറിയില്ല കേട്ടോ. എന്തായാലും നേരത്തെ വന്നൊരു റിക്വസ്റ്റ് ആണ് കൊഞ്ചിക്കരയിലെ എന്നുള്ള രാജാവ് സാർ. കൊഞ്ചിക്കരയിലെ എന്നുള്ളൊരു പാട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ആള് പോയോന്നറിയില്ല. കൊഞ്ചിക്കരയിലെ എന്ന പാട്ട് വെച്ച ആള് ഇതിനകത്തുണ്ടോ? ഗോകുൽ പ്രസാദ്, താങ്ക് യു മാം. കൊഞ്ചിക്കരയിലെ എന്തായാലും പാടാം. ഇത് പാടിയിട്ട് നമുക്ക് ലാസ്റ്റ് സോങ് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഫേവറേറ്റ് സോങ്. ഓക്കെ, ഉണ്ട്. അപർണ ബാലകൃഷ്ണൻ, യെസ്, അപർണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ. 1000 കണ്ണുമായി പാടിത്തരാം. 1000 കണ്ണുമായി നമ്മൾ പാടിയല്ലോ. പാടിയോ? 1000 കണ്ണുമായി പാടിയതാ. പക്ഷേ കൊറേ പാട്ട് പാടിയത് ഓർമ്മയില്ല. അപ്പം ഇപ്പോ അപർണയല്ലേ ചോദിച്ചത്? അപർണയ്ക്ക് വേണ്ടി കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഏതോ മൗനം എങ്ങോ തേങ്ങും കഥ നീ അറിയില്ലയോ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ ഇളമനമുരുകല്ലേ. ഈ കസിൻസിലെ സോങ് ചോദിക്കുന്ന ബ്രോ, എന്താ ബ്രോ അത് കസിൻസിലെ സോങ് ആണ്? ഏത് സോങ് ആണ് ബ്രോ? രണ്ട് എനിക്കറിയാവുന്ന മഴയേ 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 ആ പാട്ടാണോ? ആ പാട്ടാണെങ്കിൽ ദിസ് ഇസ് ഓപ്ഷൻ 1. അത് മഴയേ തൂ മഴയേ ഓപ്ഷൻ 1 or 2. സഞ്ജയ് എന്ന് പറയുന്ന ആള് 1 or 2 എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒരു ഇംഗ്ലീഷ് സോങ്. എൻ്റെ അമ്മ, റിജിനസ് പണിക്കർ. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേട്ടന്റെ പാട്ടിന് എന്റെ പൊന്നു ബ്രോ ഞാൻ പാടണം. അത് വൻ ബോറായിരിക്കും, അതുകൊണ്ടാണ്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അപ്പോ ചിന്ന ചിന്ന ആശയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ചിന്ന ചിന്ന ആശയ പാടിത്തരാം. ചേട്ടന്റെ ഒരു പോർഷൻ ഉണ്ട്, നമ്മളൊരു സാധനം ഉണ്ട്, അത് ഞാൻ പാടിത്തരാം. ക്ലാസ്മേറ്റ്സ് മൂവി കാറ്റാടിത്താണല്ലോ. ശ്രമിക്കാം. ശരി ശരി, ശ്രമിക്കാം. Yellow,
தென்றலை கண்டு மாலையிட ஆசை மல்லிகை பூவாய் மாறிவிட ஆசை தென்றலை கண்டு மாலையிட ஆசை மேகங்களை எல்லாம் தொட்டுவிட ஆசை சோகங்களை எல்லாம் விட்டுவிட ஆசை கார்குழலின் உலகை கட்டிவிட ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை മുത്തു മുത്തു ആസൈ മുടിന്തു വിട്ട ആസൈ. സമാധാനല്ലേ ചേട്ടന്റെ സൗണ്ട് കേട്ടത്? ഏലേലും ഞാൻ ഭയങ്കര എനിക്ക് കുറച്ച് ജോണേഴ്സേ പറ്റുള്ളൂ. അതിൽ ഞാൻ പാടാറില്ല. ഞാൻ എന്റെ ജോണറൊക്കെ വേറെയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പാടി ഷോ ആയിപ്പോ. നമുക്ക് നമ്മൾ നേരത്തെ ഒരു ഡെഡിക്കേഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പൊ ഈ കൊറോണ സമയത്ത് നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോഴും പുറത്ത് നമുക്ക് വേണ്ടി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ, ഡോക്ടേഴ്സ്, നഴ്സുമാര്, പോലീസുകാര്, രാഷ്ട്രീയ പ്രവർത്തകര്, അങ്ങനെ കുറച്ച് പേര് പൊതുപ്രവർത്തകർ നമുക്ക് വേണ്ടിയുണ്ട്. അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് അവർക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സോങ് ആണ് അല്ലേ? ലാസ്റ്റ് സോങ് ആകട്ടെ? ആകട്ടെ, വേണ്ടാന്ന് ഇപ്പൊ പറയുള്ളൂ. എന്തായാലും അവർക്കൊരു ഡെഡിക്കേഷൻ ആണ് ഈ സോങ്. ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അത് ഞങ്ങൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഈ പാട്ട് എന്താ പറയാ, ഇളയരാജ സാറിന്റെ ഒരു പാട്ടാണ്. ഞങ്ങളുടെ അതായത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ കുറെ പാട്ടുകളുണ്ട്. അതില് ആ പേഴ്സണൽ ഫേവറേറ്റ്സിൽ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഈ ഒരു പാട്ടാണ്. കമന്റ് ഇട്ട് ക്ഷീണിച്ച ഗോകുൽ പ്രസാദ്. ഈ സോങ് ഗോകുൽ പ്രസാദിനും കൂടി ഇരിക്കട്ടെ. എന്തായാലും ഈ പാട്ട് നമ്മുടെ നഴ്സിനും ഡോക്ടേഴ്സിനും പോലീസുകാർക്കും എല്ലാവർക്കും വേണ്ടി, പിന്നെ എസ്പെഷ്യലി നമ്മളെ കമന്റ് ഇട്ട് ക്ഷീണിച്ച ഈ ഗോകുൽ പ്രസാദിനും പിന്നെ ജിബിൻ ജോയ്ക്കും വേണ്ടി. നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈവ് കേൾക്കണമെങ്കിൽ ഐദർ എന്റെയോ അല്ലെങ്കിൽ ബീനയുടെ പ്രൊഫൈലിലേക്ക് ചെയ്യാനായിരിക്കും നല്ലത്. ഞങ്ങളുടെ ആരെങ്കിലും പ്രൊഫൈലിൽ നിന്ന് ഞങ്ങൾ എന്നും ലൈവ് പോകുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്തായാലും ലൈവ് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വരാം, റിക്വസ്റ്റ് ചെയ്യാം. വി വിൽ സിംഗ് ഫോർ യു ഷുവർ. നോ ഡൗട്ട്സ്, നോ ഫോർമാലിറ്റീസ്. യു ക്യാൻ കം ജോയിൻ us in live. എന്താ പറയാ, എന്ത് പാട്ടും നമുക്ക് അറിയുന്നതാണെങ്കിൽ നമ്മൾ ഈ അറിയുന്നത് പോലെയാണ് പാടിത്തരും ഫോർ ഷുവർ. അപ്പം ഈ പാട്ട് ഇപ്പം ഈ പാട്ടിന് കൂടുതലും എന്താ പറയാ വാക്കുകളൊന്നും വെച്ച് പിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പാടാം. I
ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇപ്പൊ പോയായിരുന്നു. ആരോ ലൈവ് കാണുന്ന വിഷയം. യെസ്, കേരള യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ നന്ദു നാരായണൻ ലൈവ്. യെസ്, ഹലോ നന്ദു നാരായണൻ സാർ, ലൈവ് കാണുന്നതിന് വളരെയധികം നന്ദി. എന്തൊക്കെയൊക്കെയോ കുറച്ച് കമന്റ്സ് ഉണ്ട്. ജിബിൻ ജോയ്, എന്താ കൂട്ടുകാരെ, നിങ്ങൾ വിളിച്ചാൽ എന്തായാലും വരാം, നമ്മൾ എന്തായാലും വന്നിരിക്കും. നോ ഷുവർ, നോ ഡൗട്ട്. നിങ്ങൾ വിളിക്കൂ, നമുക്ക് ഒരു ദിവസം നമുക്ക് താങ്ക് യു സോ മച്ച്. ഗോകുൽ പ്രസാദ്, താങ്ക് യു, പൊളിയാണ് നിങ്ങൾ, താങ്ക് യു ജിബിൻ. ബാക്കി എല്ലാവരും സ്നേഹം. എന്താണ് മനു ടോംസ്, താങ്ക് യു മാൻ. യെസ്, മനു ടോംസിനോടാണ് നിങ്ങൾ പ്രത്യേകം നന്ദി പറയേണ്ടത്. കാരണം മനു ആണ് എന്നെ വിളിച്ചു ചോദിച്ചത് നിങ്ങൾക്ക് എന്റെ പേജിൽ ലൈവ് പോകാൻ പറ്റുമെന്ന്. എല്ലാവർക്കും നന്ദി. ഇത് ഞങ്ങൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളോട് പാട്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിപ്പം. അപ്പൊ അതിനെല്ലാവർക്കും നന്ദി, ഞങ്ങൾ രണ്ടുപേരുടെയും നന്ദി. ഇനിയും കാണാം, നേരിട്ട് കാണാം, ഇനിയും കാണാം. ഒരു പാട്ടും കൂടെ പാടി നമ്മൾ ബായ് പറഞ്ഞായിരിക്കും പറയുവാൻ. റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പറയുവാൻ ആദ്യമേ വന്ന റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇഷ്കലെ പറയുവാൻ ഇത് ആദ്യമായി എന്ന് പറയുന്ന പാട്ടും കൂടെ പാടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇപ്പം എന്തായാലും ഇറ്റ്സ് മോർ ദാൻ 1 hour. ഇറ്റ്സ് ലൈക്ക് 1 hour and 10 minutes. നന്ദു നാരായണൻ സാർ, എന്തൊക്കെയോ ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം പറയുക. മനസാലെ മൂളുന്നു സമ്മതം, താരകൾ മിന്നുന്നു ഇനി 100,000 ഒരു പൂക്കാലം കൺകളിലാടുന്നു, രാവേതോ വെണ്ണതിയാകുന്നു, കിനാവുകൾ നിറഞ്ഞുനാ ദൂരെ ദൂരെയോ പറയുവാനിതാദ്യമായി വരികൾ മാലേ, മിഴികളിൽ 1,000 മഴവിൽ പോലെ ശലഭമായി പറന്നുകാൻ അരികിൽ ചേരും, പതിയെ ഞാൻ തൊടുന്നതും അവളുമായി. ലാസ്റ്റ് വരെ ഇരുന്നവർക്ക് ചേട്ടന്റെ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ചേട്ടൻ കിടുവാണ്. അതാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇത്രയും നേരം എന്താ പറയാ ഈ ഒരു പേജിൽ വന്ന് എന്താ പറയാ നമുക്ക് ഇത്രയധികം പാട്ടുകളൊക്കെ പാടാൻ പറ്റി. അത് തന്നെ വളരെ സന്തോഷം. നിങ്ങൾ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പിന്നെന്താ പറയാ, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. നമ്മളോടും പറയുന്നുണ്ട് സേഫ് ആയിട്ടിരിക്കാനായിട്ട്, ആൾക്കാരും പറയുന്നുണ്ട് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക.
അപ്പൊ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുക എല്ലാവരും. അപ്പോ വീട്ടിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത്. ദയവ് ചെയ്ത് നിങ്ങളോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഈ രോഗം അത്രയധികം പ്രശ്നമുള്ളതാണ്. നമുക്ക് തോന്നും ഇത് നിസ്സാര ഒരു സംഭവമാണ്, നമ്മൾ പുറത്തിറങ്ങി എന്താണ്, നമ്മൾ മാസ്ക് ഇട്ട എന്താണ്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു സാനിറ്റൈസർ ഉപയോഗിക്കാൻ പറ്റുന്നത്, അതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ ഡോണ്ട് ടേക്ക് ഇറ്റ് സില്ലി, സീരിയസ് ആയിട്ട് എടുക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. പിന്നെന്താണ്, ചേട്ടൻ പൊളിയാണെന്ന് പറയുന്നത് ജിബിൻ ജോയ്, താങ്ക്സ് മച്ചാനെ. എന്തായാലും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന KSU എന്താ പറയാ SG കോളേജിന് വളരെയധികം നന്ദി ഇങ്ങനൊരു പേജിൽ വരാൻ പറ്റിയതില്. പിന്നെ എന്താണ് പറയാനുള്ള, അനൂപിന് നമ്മളെ ഇത് ക്ഷണിച്ച ആള് പേരെന്തായിരുന്നു, മനു ടോം ആണ് നമ്മൾ ഈ പേജിലേക്ക് ക്ഷണിച്ചത്. അപ്പോ എല്ലാവർക്കും അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. പിന്നെന്താ, നമ്മള് ഇനിയും ലൈവ് വരുന്നതായിരിക്കും. ഇനി എന്തായാലും ലൈവ് വരും. ചിലപ്പം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ പേജിൽ തന്നെ നമ്മൾ ലൈവ് വരും. നമുക്ക് ഇൻസ്റ്റാഗ്രാം എന്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ പറയാം, ലിബോയ് പ്രൈസ്ലി എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാം. ഇവളുടെ ഇൻസ്റ്റാഗ്രാം ബീന ലിബോയ് പ്രൈസ്ലി. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബീന ലിബോയ് പ്രൈസ്ലി എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഇത് ഈ ലൈവിന്റെ മുകളിൽ തന്നെ ഞാൻ യൂട്യൂബ് പേജിന്റെ ലിങ്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. So you can easily go there and click and subscribe, bell button അമർത്തുക. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധികം ഇനി വർത്താനം പഠിപ്പിക്കുന്നില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ജയ് ഹിന്ദ്. ഫിനിഷ്.